ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ വീട്ടുവളപ്പിൽ വളർത്തിയെടുക്കാവുന്ന, അതേപോലെ ഗ്രോ ബാഗിലൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന കുറച്ച് പച്ചക്കറി വിളകളും അതിൻ്റെ കൃഷി രീതിയൊക്കെയാണ് നമ്മൾ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വിത്തുകളും, നമ്മൾ പയർ വിത്തുകൾ, മുളക് വിത്തുകളൊക്കെ നമ്മൾ കുറച്ച് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. നട്ടു കൊടുത്തിട്ടുള്ള വിത്തുകളൊക്കെ ഇതേപോലെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എങ്ങനെ മുളക് വിത്തുകൾ ശേഖരിച്ച് പാകി മുളപ്പിക്കുക എന്നുള്ളത് നോക്കാം. പല വെറൈറ്റി ആയിട്ടുള്ള മുളകുകൾ നമ്മൾ കാണാറുണ്ട്, നമ്മൾ വാങ്ങിക്കാറുണ്ട്. അത്തരത്തിലുള്ള മുളകുകളൊക്കെ മൂപ്പത്തിയ മുളക്, പഴുത്തിട്ടുള്ള മുളകൊക്കെ നമുക്ക് ഉണക്കി ഈ രീതിയിൽ മുളപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് ചെടികൾ നമ്മൾ ഗ്രോ ബാഗിലൊക്കെ നട്ടു കൊടുത്തിട്ടുമുണ്ട്. നമ്മൾ സാധാരണ ചെടികൾ നടുന്ന രീതിയിൽ ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലും നിലത്തുമൊക്കെ നമുക്ക് ഈ മുളക് വെറൈറ്റികളും പച്ചക്കറി ചെടികളൊക്കെ നമുക്ക് നട്ടു വളർത്താവുന്നതാണ്. ഇത്തരത്തിൽ കുറച്ച് പച്ചക്കറി ചെടികളൊക്കെ നമ്മൾ ടെറസിന് മുകളിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ കുറഞ്ഞൊരു സമയം നമ്മൾ ഇതിനു വേണ്ടി ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ വിളവെടുപ്പിൻ്റെ സമയത്തൊക്കെ വളരെ കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. നമ്മൾ ചട്ടികളിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാർഡനിലൊക്കെ നമ്മൾ ചെടികളൊക്കെ വളർത്തുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് ഈ രീതിയിലുള്ള പച്ചക്കറി തോട്ടങ്ങളും ചെറിയ ചെടികളും ഒക്കെ. നമുക്ക് വിത്തുകൾ വാങ്ങിക്കാൻ കിട്ടും. കൂടാതെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് വിത്തുകൾ, പാകമായ വിത്തുകളുണ്ട്. മുളകിൻ്റെ വിത്തുകളും അതേപോലെ പയറിൻ്റെ വിത്തുകളും ഒക്കെ നമ്മൾ ഗ്രോ ബാഗിൽ മണ്ണ് സെറ്റ് ചെയ്ത് വെച്ച് അതിലേക്ക് നടാനാണ് പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഈ ഏകദേശം പഴുത്ത് ഉണങ്ങിയിട്ടുള്ള മുളകുകളൊക്കെ നമ്മൾ അതിൻ്റെ മുകളിലെ തൊലിവശം കളഞ്ഞ് വിത്തുകൾ മാത്രം കളക്ട് ചെയ്ത് അതാണ് നടുക. ഡയറക്റ്റായിട്ട് നമ്മൾ ഇത് മണ്ണിലേക്ക് വെച്ച് കൊടുത്താലും വളരും. പക്ഷേ ഇതിൽ എല്ലാ വിത്തുകളും നമുക്ക് മുളച്ച് കിട്ടണമെങ്കിൽ നമ്മൾ മുളകിൻ്റെ തൊലി മൊത്തമായിട്ട് കളഞ്ഞ് അതിൻ്റെ വിത്തുകൾ മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിലേക്ക് മാറ്റിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാകി കഴിഞ്ഞാൽ എല്ലാ വിത്തുകളും നമുക്ക് പെട്ടെന്ന് മുളച്ച് കിട്ടുകയും ചെയ്യും. നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നട്ടു കൊടുത്തിട്ടുള്ള പയർ ചെടികളും മുളക് ചെടികളൊക്കെയാണ് ഈ കാണുന്നത്. ഗ്രോ ബാഗിൽ നമ്മൾ കുറച്ച് വളമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചാണകപ്പൊടിയും മണ്ണും തന്നെ രണ്ടാമത് നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ മേൽവളമായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ മുളക് വിത്തുകളൊക്കെ പാകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് മഴയുള്ള കൊള്ളുന്ന സ്ഥലത്തേ വെക്കാതെ ഒരു ഷെയ്ഡിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ വിത്തുകളും നമുക്ക് മുളച്ച് കിട്ടുകയും ചെയ്യും. നമ്മൾ ചെറിയ
പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുകളിലും ചെറിയ ഗ്രോ ബാഗിലും ഒക്കെയാണ് ഈ ചെടി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചാണകപ്പൊടിയും മണ്ണും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വിത്തുകൾ പാകുകയാണ് ചെയ്യുക. അത് ഏകദേശം 1-2 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാ ചെടികളും നമുക്ക് മുളച്ച് കിട്ടും. ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ പാകിയെടുത്തിട്ടുള്ള മുളക് വിത്തുകളൊക്കെ മുളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരാഴ്ച കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ തൈകളായി കിട്ടും. അത് നമുക്ക് മാറ്റി നടാവുന്നതാണ്. അപ്പോൾ വളരെ ഈസിയാണ് നമുക്ക് മുളക് തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഇതേപോലെ ചെറിയ ഗ്രോ ബാഗിലോ ഒരു ചെറിയ ബോട്ടിലൊക്കെ നമുക്ക് മണ്ണ് ഇട്ട് അതിൽ വിത്തുകൾ നട്ടു കൊടുത്താൽ മതി. നല്ല മഴയൊക്കെ ആണെങ്കിൽ നമ്മളത് ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കുക. നല്ല മഴയത്തൊന്നും വിത്തുകൾ മുളച്ച് കിട്ടാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ഡയറക്റ്റ് മഴ ലഭിക്കാത്ത സ്ഥലത്ത് ഒരു ഷെയ്ഡിലൊക്കെ വെച്ച് ഇതേപോലെ വിത്തുകൾ മുളപ്പിച്ചെടുത്ത് പുതിയ ഗ്രോ ബാഗിലൊക്കെ മാറ്റിയിട്ട് നമുക്ക് ചെടികൾ നിറയെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ വീട്ടിൽ നമുക്ക് വളർത്തിയെടുക്കാവുന്ന പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന കുറച്ച് വിളകൾ കൃഷിയാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.